നമസ്കാരം. ഇന്ന് കർക്കിടകം 11. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ശ്രീരാമദേവനും സീതാദേവിയും ലക്ഷ്മണകുമാരനും അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലെത്തുന്നതും അഗസ്ത്യമുനിയെ സന്ദർശിക്കുന്നതുമാണ്. അപ്പോൾ ശ്രീരാമദേവനെയും ലക്ഷ്മി ദേവിയും, അതായത് സീതാദേവിയും ലക്ഷ്മണകുമാരനെയും കണ്ട അഗസ്ത്യമുനി അവരെ ആശ്രമത്തിലെത്തി സ്വീകരിക്കുകയാണ്. അപ്പോൾ അഗസ്ത്യമുനി ഒരു അഗസ്ത്യ സ്തുതിയൊക്കെ നടത്തുന്നുണ്ട്. ശ്രീരാമദേവനെ സ്തുതിക്കുന്ന രംഗമൊക്കെ രാമായണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീരാമദേവൻ തങ്ങൾക്ക് വസിക്കുവാൻ പറ്റിയ ഒരു സ്ഥലം അഗസ്ത്യമുനിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുനി പറയുന്നുണ്ട്, 2 യോജന മുന്നോട്ട് നടന്നാൽ പുണ്യഭൂമിയായ പഞ്ചവടി കാണാം. പഞ്ചവടിയിൽ ഒരു പർണശാല തീർത്ത് സീതാദേവിയോടും ലക്ഷ്മണകുമാരനോടൊപ്പം ശിഷ്ടകാലം അവിടെ വസിക്കാനായിട്ടാണ് ശ്രീരാമദേവനോട് അഗസ്ത്യമുനി പറയുന്നത്. അങ്ങനെ ശ്രീരാമദേവനും ജാനകി ദേവിയും ലക്ഷ്മണകുമാരനും അഗസ്ത്യമുനിയുടെ പാദ നമസ്കാരമൊക്കെ ചെയ്തിട്ട് അവർ പഞ്ചവടി ലക്ഷ്യമാക്കി യാത്ര തുടങ്ങും. അവരെങ്ങനെ പഞ്ചവടിയിലേക്ക് യാത്ര തുടങ്ങുകയാണ്. പോകുന്ന വഴി ഒരു വലിയൊരു പക്ഷി, ഒരു വൃദ്ധനായിട്ടുള്ളൊരു വലിയ പക്ഷി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരാമദേവൻ ലക്ഷ്മണനോട് പറഞ്ഞു, ഇത് വല്ല രാക്ഷസരായിരിക്കും, നമ്മളെ ഉപദ്രവിക്കാനായിട്ട് വന്ന് കിടക്കുന്നതായിരിക്കും. ഉടനെ തന്നെ അതിനെ അമ്പെയ്ത് കൊന്നുകളയാനായിട്ട് ശ്രീരാമദേവൻ ലക്ഷ്മണകുമാരനോട് പറയാണ്. അപ്പോൾ ഇത് കേട്ട് വയസ്സനായ പക്ഷി എണീറ്റ് വന്നിട്ട് തൊഴുത് ശ്രീരാമദേവനോട് പറയാണ്, അല്ലയ കുമാര, ഞാൻ അങ്ങയുടെ പിതാവ് ദശരഥ മഹാരാജാവിൻ്റെ തോഴനാണ്. എൻ്റെ പേര് ജഡായു എന്നാണ്. ഞാൻ പ്രായാധിക്യം മൂലം ഈ വഴിയിൽ കിടന്നു പോയതാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് തൻ്റെ പിതാവിൻ്റെ തോഴനാണെന്ന് മനസ്സിലാക്കിയ ശ്രീരാമദേവൻ ജഡായുവിൻ്റെ അടുത്തിട്ട് പോവുകയും ഇനിയുള്ള കാലം തങ്ങളുടെ വാസസ്ഥാനത്തിനടുത്ത് തന്നെ താമസിച്ചുകൊള്ളാൻ ജഡായുവിന് ഒരു അനുഗ്രഹം കൊടുത്ത് അവർ പഞ്ചവടി ലക്ഷ്യമാക്കി നടന്നു നീങ്ങുകയാണ്. അങ്ങനെ അവർ പുണ്യഭൂമിയായ പഞ്ചവടിയിലെത്തി. പഞ്ചവടിയിൽ അവർ മനോഹരമായ ഒരു പർണശാലയൊക്കെ തീർത്ത്, ഒരു ആശ്രമമൊക്കെ തീർത്ത് അവിടെ വാസം ആരംഭിച്ചു. മേൽ പറഞ്ഞതുപോലെ തന്നെ ജഡായുവും അവരുടെ വാസസ്ഥാനത്തിനടുത്ത് തന്നെ താമസം ആരംഭിച്ചു. ദണ്ഡകാരണ്യത്തിലെ പഞ്ചവടി എന്ന പ്രദേശത്തിന് ആ പേര് വരാൻ ഒരു കാരണമുണ്ട്. അവിടെ 5 വടവൃക്ഷങ്ങൾ ഉള്ള സ്ഥലമായിരുന്നു. അരയാല്, പേരാല്, നെല്ലി, കൂവളം, അശോകം, ഈ 5 വൃക്ഷങ്ങളും തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ആ പ്രദേശത്തെ പഞ്ചവടി എന്ന് വിളിച്ചിരുന്നത്. അങ്ങനെ അവർ പഞ്ചവടിയിൽ താമസം ആരംഭിച്ചു. ഒരിക്കൽ ശ്രീരാമദേവനോട് ലക്ഷ്മണകുമാരൻ മുക്തിമാർഗത്തെ ഉപദേശിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീരാമദേവൻ ലക്ഷ്മണകുമാരന് മുക്തിമാർഗത്തെ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു രംഗം രാമായണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലക്ഷ്മണോപദേശം എന്ന പേരിലാണ് ആ അധ്യായം നമുക്കതിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ശൂർപ്പണഖ എന്ന് വെച്ചാൽ രാവണൻ്റെ സഹോദരിയാണ്. അപ്പോൾ ശൂർപ്പണഖ ഒരു ദിവസം പഞ്ചവടി പ്രദേശത്തോട് പോകുന്ന സമയത്ത് ശ്രീരാമദേവനെ പഞ്ചവടിയിൽ വെച്ച് കാണാനിടയായി. ശ്രീരാമനെ കണ്ട പാടെ തന്നെ ശൂർപ്പണഖയ്ക്ക് ശ്രീരാമദേവനോട് സ്നേഹം തോന്നി. അപ്പോൾ ശൂർപ്പണഖ ഒരു സുന്ദരിയുടെ രൂപം പൂണ്ടിട്ട് ശ്രീരാമദേവൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ശ്രീരാമദേവൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ഇത്രയും സുന്ദരനായ താങ്കൾ എന്തിനാണ് ഇങ്ങനെ കാഷായ വേഷമൊക്കെ ധരിച്ച് ഇവിടെ താമസിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരാമദേവൻ പറയുന്നു, ഞാൻ അയോധ്യയിലെ ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത പുത്രനാണ്. ശ്രീരാമൻ എന്നാണ് പേര്. ഞാൻ അദ്ദേഹത്തിന് പിതാവിൻ്റെ വാക്ക് പാലിക്കാനായിട്ട് വനവാസത്തിനായിട്ട് ഇറങ്ങിയതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ശ്രീരാമൻ ചോദിക്കുന്നുണ്ട് ശൂർപ്പണഖയോട്, ഭവതി ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. പറയുന്നുണ്ട്, എൻ്റെ പേര് ശൂർപ്പണഖ എന്നാണ്. ഞാൻ ലങ്കയിലെ രാജാവായ രാവണൻ്റെ സഹോദരിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീരാമദേവനെ കണ്ട പാടെ തന്നെ ശൂർപ്പണഖയ്ക്ക് ഉള്ളിൽ പ്രണയം മുട്ടിട്ടു. അപ്പോൾ ശ്രീരാമദേവനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് അങ്ങയെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഞാൻ അങ്ങയെ വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരാമദേവൻ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ വിവാഹിതനാണ്, ഞാൻ ഏകപത്നി വ്രതമുള്ള ആളാണ്, ഞാൻ ഒരാളെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ. എന്നിട്ട് അടുത്ത് നിൽക്കുന്ന സീതാദേവിനെ ചൂണ്ടിക്കാണിച്ച് പറയാണ്, ഇതാണ് എൻ്റെ പത്നി, പേര് ജാനകി എന്നാന്ന് പറയുന്നുണ്ട്. ശൂർപ്പണഖയ്ക്ക് വളരെ സങ്കടമായി. അപ്പോൾ ശൂർപ്പണഖ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, എന്നെ വിവാഹം കഴിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീരാമദേവൻ പറയുന്നുണ്ട്, ആ നിൽക്കുന്നതിൻ്റെ അനുജനാണ്, പേര് ലക്ഷ്മണൻ എന്നാണ്. ലക്ഷ്മണകുമാരനോട് ചോദിച്ചു നോക്കൂ, അപ്പോൾ ലക്ഷ്മണനെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു ശൂർപ്പണഖയോട്. അപ്പോൾ ശൂർപ്പണഖ ലക്ഷ്മണൻ്റെ അടുത്തുനിന്ന് പറയാണ്, എനിക്ക് താങ്കളെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഞാൻ വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മണകുമാരൻ പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് താല്പര്യമില്ല, ജ്യേഷ്ഠനോട് ചോദിക്കുക, ജ്യേഷ്ഠൻ സമ്മതിക്കായിരിക്കണം പറയുന്നുണ്ട്. വീണ്ടും തിരിച്ച് ശ്രീരാമദേവൻ്റെ അടുത്ത് വന്നിട്ട് ശ്രീരാമദേവൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ലക്ഷ്മണകുമാരൻ്റെ അടുത്ത് വന്നിട്ട് വീണ്ടും ശ്രീരാമദേവൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ മാറി മാറി അവരുടെ അടുത്ത് പോയി തന്നെ വിവാഹം കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും പറ്റില്ല എന്ന് പറയുമ്പോൾ ശൂർപ്പണഖയ്ക്ക് ദേഷ്യം കയറുന്നുണ്ട്. കാരണം അത്ര സമയം അവരുടെ പുറകെ നടന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രണ്ടുപേർക്കും വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ശൂർപ്പണഖയ്ക്ക് ദേഷ്യം കയറുന്നുണ്ട്. അപ്പോൾ ദേഷ്യം കയറുന്ന സമയത്ത് ശൂർപ്പണഖ തൻ്റെ ആ മോഹിനി രൂപം ഉപേക്ഷിച്ച് രാക്ഷസ രൂപം പ്രാപിക്കുകയും ചെയ്യുന്നത്. ആ രാക്ഷസ രൂപം പ്രാപിച്ച് സീതാദേവിയെ ഉപദ്രവിക്കാനായിട്ട് പാഞ്ഞെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ട ലക്ഷ്മണകുമാരൻ വാളെടുത്ത് ശൂർപ്പണഖയുടെ മൂക്കും മുലയും ഛേദിച്ച് കളയും, മൂക്കും മുലയും അരിഞ്ഞ് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വികൃത രൂപിയായിട്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് രക്തം മാറുന്ന കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ശൂർപ്പണഖ ലങ്കാപുരിയിലിട്ട് ഓടി മറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കഥ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം.